പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, സദഖകൾ നൽകുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഒരുപാട് നന്മകൾ ചെയ്യുന്നതൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ തിന്മകളും അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹറാമ് കാണുന്നുണ്ട്, ഹറാമ് കേൾക്കുന്നുണ്ട്, ഹറാമ് പറയുന്നുണ്ട്, കളവ് പറയുന്നുണ്ട്, ഗീബത്ത് പറയുന്നുണ്ട്, കൈകൾ ഹറാമിലേക്ക് പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, കാലുകൾ ഹറാമിലേക്ക് നടന്നു പോകുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തെറ്റാണെന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള കാര്യമാണ്. നന്മകളെ സംബന്ധിച്ചിടത്തോളം അത് സംശയമാണ്, സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന നന്മകളെ കൊണ്ടൊക്കെ നമുക്ക് സുഖമായി സ്വർഗത്ത് പോവാന്നുള്ളത് നമ്മൾ അറിയാതെ വിചാരിച്ചു പോവാണ്. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ബ്ലെസ്സിങ്സ് ഇഷ്ടം പോലെയാണ് നമ്മൾ വാരിക്കോരി എടുത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നർ ഓർഗാൻസ് ആൻഡ് ഔട്ടർ ഓർഗാൻസ്, അതിൻ്റെ ഒക്കെ ഫങ്ഷൻസ്, അതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്നുണ്ട്. അതിലേറെ നല്ല മാതാപിതാക്കളെ അള്ളാഹു നമുക്ക് തന്നത്, അതുപോലെ നമുക്ക് ഇതുവരെയുള്ള പഠന സൗകര്യങ്ങൾ തന്നത്, യാത്രാ സൗകര്യങ്ങൾ, ഭക്ഷണം, വെള്ളം, പിന്നെ പാർപ്പിടം, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ചെയ്തു തന്നതിനൊക്കെ പകരമായി നമ്മൾ ചെയ്യുന്ന അമലുകൾ ഒരിക്കലും ആവൂല. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഹദീസിൽ ത്വഹാ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ 500 വർഷം ഇബാദത്ത് ചെയ്താൽ പോലും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ 2 കണ്ണുകൾക്ക് പകരമായിട്ടുള്ള നന്ദി അതാവുകയില്ല എന്ന് തിരുദൂതർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാര്യമൊന്നും മനസ്സിലാക്കിയാൽ മതി. പക്ഷെ പിന്നെയും പലപ്പോഴും നമ്മളിൽപ്പെട്ട പലരും ഇല്ല, അതില്ല, ഇതില്ല, മറ്റേതില്ല എന്ന് പറഞ്ഞ് ഒരു പായരം പറയുന്ന, അല്ലെങ്കിൽ ഇല്ലായ്മ വിളമ്പുന്ന ഒരു രീതി നമ്മളിൽ പലർക്കും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അള്ളാഹു തന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയണം. അള്ളാഹു തന്നതെല്ലാം നമ്മൾ എടുത്തു പറഞ്ഞിട്ടാവണം നമ്മുടെ ദുആ ഉണ്ടാകേണ്ടത്. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മകൾ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ നിസ്കാരത്തിൻ്റെയും ശേഷം നമ്മൾ സലാം വീട്ടി കഴിഞ്ഞാൽ എൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നണം. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത് എനിക്ക് വേണ്ടി എൻ്റെ തിരുദൂതർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മാർഗദർശനമാണ്, പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, ഞാൻ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഗ്രന്ഥമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അതിമനോഹരമായ ഖുർആൻ പാരായണം നമ്മൾ ചെയ്യണം. അതിന് നേരത്തെ തുടങ്ങണം. റജബിലും ഷഅബാനിലൊക്കെ തുടങ്ങിയ റമദാനിൽ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ദിക്റുകളും മറ്റു സ്വലാത്തുകളും അതുപോലെ നമ്മളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല നിയ്യത്തോടുകൂടെ എൻ്റെ റബ്ബ് ഇതിനെനിക്ക് പ്രതിഫലം തരും, എൻ്റെ റബ്ബ് എനിക്ക് തന്നതിൽ നിന്നാണ് ഞാൻ നൽകുന്നത്, എൻ്റെ റബ്ബ് എനിക്ക് തന്ന ആരോഗ്യം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന ബോധത്തോടുകൂടെ നമ്മൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസും കുറച്ചുകൂടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷനും നമുക്കുണ്ടാവും. അതുകൊണ്ട് തിന്മകൾ കുറച്ച് നന്മകളിലൂടെ മുന്നോട്ട് പോകാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കുക. നന്മകൾ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നന്മകൾ ചിന്തിക്കുക, നന്മകളിലൂടെ മുന്നോട്ട് പോവുക. നന്മകൾ നമ്മുടെ മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളും നമ്മുടെ കൂടെയുള്ളവരും, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും, അവരെല്ലാവരും നാളെ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.